Good morning, everybody. Welcome back to my YouTube channel. Okay, so today's a very beautiful, bright, sunny Sunday. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീട് വൃത്തിയാക്കാമെന്ന്, കാരണം നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. സോ ഈ ആഴ്ച ഭയങ്കര ബിസി ആയിരിക്കും. സോ ഐ തോട്ട് ഐ മേ ബി tidy up my house. Satyam parayalo, I literally don't know how our house gets so freaking messy every single time. I really feel adoru cycle aanu. Vrittikadakum vrittiyakkum 24 hours for the whole 7 days ende veedu vrittiyayittonum nikkan chance illa. ഇത് പറയുന്നത് നോക്കുമ്പോൾ വിചാരിക്കും ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നോട്ട് റിയലി. ഞാനും ആകാശേട്ടനും മാത്രമാണ് ഈ 2 bedroom അപ്പാർട്ട്മെൻറ്റിൽ. ബട്ട് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ വൃത്തികേടാക്കാറുണ്ട് എല്ലാ ദിവസവും. വിത്ത് ദാറ്റ് ഈ വീഡിയോയിൽ ഐ വിൽ ട്രൈ ടു ഡു എ ഹോം ടൂർ. നിങ്ങൾ ഹോം ടൂറിന് കൊണ്ടുപോവാം. ലെറ്റ്സ് ഗോ ടു ഇറ്റ്. ഓക്കെ, എപ്പോൾ വീട് വൃത്തിയാക്കുമ്പം ഐ റിയലി അസോസിയേറ്റ് ദാറ്റ് പ്രവൃത്തി വിത്ത് മൈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഭയങ്കര വൃത്തിക്കാരാണ് കേട്ടോ. സോ ഇവർ വീട് വൃത്തിയാക്കുമ്പം ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോൾ വീട് വൃത്തിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല മനസ്സിനൊരു സന്തോഷമായിരിക്കും എന്ന്. അതിൻ്റെ കുട്ടൻസ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. വീട് വൃത്തിയാക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമാണ്. 8 months ബാക്കാണ് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയത്. അപ്പോൾ പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുമ്പം എനിക്കും ആകാശേട്ടൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു നല്ല വെളിച്ചമുള്ള അപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം എന്ന്. ദിസ് ഈസ് അവർ സ്റ്റോറേജ് സ്പേസ്. വളരെ മോശം കണ്ടീഷനിലാണ് ഉള്ളത്. ഇത് വൃത്തിയാക്കണമെങ്കിൽ കുറച്ചധികം എനർജി വേണം. ഇതാണ് ആകാശേട്ടൻ്റെ സ്റ്റുഡിയോ സ്പേസ്. ഇവിടെയാണ് നമ്മളുടെ 2 ഹാംസ്റ്ററും ഉള്ളത്. രണ്ടാളും നല്ല ഉറക്കാണ്. എടാ പോയി, ഹലോ അപ്പം വരും മോനെ. മോനെ സീനാണ് നാരായണി. ആകാശേട്ടൻ്റെ സ്റ്റുഡിയോ സ്പേസ് ഒന്നും ഞാൻ വൃത്തിയാക്കിയിട്ടില്ല, കാരണം അത് ഒരാളുടെ പേഴ്സണൽ സ്പേസ് അല്ലേ. ആകാശേട്ടൻ്റെ പേഴ്സണൽ സ്പേസ് ആണ് ഈ സ്റ്റുഡിയോ സ്പേസ്, മൂപ്പറുടെ ടേബിൾ കാര്യങ്ങളൊക്കെ. സോ അതൊന്നും ഞാൻ വൃത്തിയാക്കാറില്ല. അത് ഇഫ് ഹീ വോണ്ട്സ് ടു ക്ലീൻ ഇറ്റ് ഹി വിൽ ക്ലീൻ ഇറ്റ്. എന്തെങ്കിലും ഇപ്പം അളന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും, അപ്പം ഞാനായിട്ട് അത് വൃത്തിയാക്കിയിട്ട് എന്തിനാ കൊളാക്കി പിന്നെ ലാസ്റ്റ് അടിയായി. വേണ്ട അതിൻ്റെ ഒരു ആവശ്യമില്ല, വേണ്ട. നോ, വി ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ്. ഈ സ്റ്റുഡിയോ റൂമിലാണ് എൻ്റെ വാർഡ്രോബും തുണിമണികളൊക്കെ. നൗ ദിസ് ഈസ് ആർ ബെഡ്റൂം. വെരി കോസി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്കിങ്ങനത്തെ നല്ല ഈസ്തറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റൂ. ഐ ഡോണ്ട് നോ വൈ ഐം ലൈക്ക് ദാറ്റ്. ഇവിടെ ഒരു സോൺ ലാമ്പ് ഉണ്ട്, ഒരു കണ്ണാടി ഉണ്ട്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു DIY എന്തായിരുന്നു പറയുക, DIY ഓറഞ്ച് ഗാർലൻഡ്. അതിപ്പം ഈ റൂമിലാണ് തൂക്കിയിട്ടുള്ളത്. അടിപൊളിയല്ലേ? When I'm designing a space, color is very important for me. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡാർക്ക് ആയിട്ടുള്ള ടോൺസ് ഒക്കെ എനിക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഫീൽസ് വെരി earthy. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബെഡ് ഫ്രെയിം എവിടെ നിന്നാണ് വാങ്ങിയത്. ഇറ്റ്സ് ഫ്രം Wayfair. മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ തുറക്കുന്നത് ബാത്റൂമിലേക്കാണ്. ഒരു പ്രാവശ്യം കണ്ടല്ലേ, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ടബാണ്, ടബ്. കുളിയും തേവാരത്തിൻ്റെയും സാധനങ്ങൾ. ഷവറാണ്. ക്ലാസിക് കാനഡ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലേ ഔട്ടാണിത്. മോസ്റ്റ് ഓഫ് ദി അപ്പാർട്ട്മെൻറ്റ്സ് ഇൻ കാനഡ വുഡ് ബി സെയിം ലേ ഔട്ട്. അങ്ങനെയാണ് ഇവിടെ. ഇതാണ് നമ്മളുടെ ബാത്റൂം. വെരി ക്യൂട്ട് ബാത്റൂമാണ്. ഇനി നമുക്ക് ഹോള് കാണാം. ഒരു ഹോൾവേ ആണ്. ഹോൾവേ കഴിഞ്ഞ് വന്ന ഉടനെ ഹോളാണ്. ഇൻ ദിസ് സ്പേസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് ദിസ് ലാമ്പ്. ഈ ലാമ്പ് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലാമ്പ്. വെരി പ്രിറ്റി ലാമ്പ്. ദിസ് ഈസ് അവർ TV സെറ്റപ്പ്. വെരി സിമ്പിൾ. ഈ ക്രിസ്മസ് ട്രീ അടുത്ത ക്രിസ്മസ് വരെ ഇങ്ങനെ നിർത്തണം എന്നാണ് ഞങ്ങൾ 2 പേരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് ഇതിനെ ഊരാണ്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ പ്ലാന്റ്സ് വെക്കുന്ന റാക്കും ഇറ്റ്സ് ഫ്രം Wayfair. ആൻഡ് മറ്റേ ബെഡ് വാങ്ങിയില്ലേ അതേ സ്ഥലത്തുനിന്ന്. പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു പൂജാ സ്പേസ് ഉണ്ട്. കുറച്ച് ദൈവങ്ങളേ ഉള്ളൂ. ഐ തിങ്ക് ദിസ് ടേബിൾ ഇസ് കോൾഡ് എ ബാർ ടേബിൾ. ആൻഡ് ഇതിനകത്താണ് നമ്മളിപ്പം എന്തെങ്കിലും വൈനെല്ലാം വാങ്ങിച്ചാൽ വെക്കുന്നത്. ഇതും Wayfair എന്നാണ് വാങ്ങുന്നത്. എല്ലാം Wayfair ആണ്. ഇവിടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് ആകാശേട്ടൻ്റെ അച്ഛനും അമ്മയും. ഇതാണ് എൻ്റെ ഫാമിലി. അടുക്കള ഇസ് വെരി സിമ്പിൾ, സൂപ്പർ സിമ്പിൾ. അപ്പം എങ്ങനെയാ എൻ്റെ ഹോം ടൂർ ഒക്കെ ഇഷ്ടമായില്ലേ? സോ ഡിന്നറും നാളത്തേക്കുള്ള ഒരു 2-3 ദിവസത്തേക്കുള്ള മീൽ പ്രപ്പുമായിരുന്നു. ഇത്ര നേരത്തെ പണി. അയ്യ, ക്ഷീണമായിപ്പോയി. എന്താ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? കാണിച്ചു തരാം.
തിന്നാനും ആൻഡ് ഫോർ ലൈക്ക് ടുമോറോ ഇറച്ചി ചോറുണ്ടാക്കി. പിന്നെ ഫോർ ടുമോറോസ് ബ്രേക്ക്ഫാസ്റ്റ് ഐ മെയ്ഡ് ചെറുപയർ കറി. 5 years ബാക്ക് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് മീൽ പ്രെപ്പ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എടുത്ത വായിക്ക് ഞാൻ പറയും കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഐ ലൈക്ക് എവറിത്തിങ് ഫ്രഷ് എന്ന് പറയും. ഡിഡ്ന്റ് റിയലി ബിലീവ് ഇൻ മീൽ പ്രെപ്പ് ബാക്ക് ദെൻ. പക്ഷേ ഇപ്പം നല്ല മാറ്റമുണ്ട്, നല്ല മാറി. ഇപ്പം ഞാൻ മീൽ പ്രെപ്പ് അഡിക്റ്റാണ്. So that was all about today. Very simple day. പക്ഷേ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.